Hi everyone, it's me Rahul. Welcome to my Trend of X my YouTube channel. സോ നമുക്ക് നാളത്തെ വ്യൂ, അതായത് ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു, ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നാളെ വെനസ്ഡേ നാളത്തെ വ്യൂ നമുക്ക് നോക്കാം. നമുക്ക് നിഫ്റ്റി നമുക്കറിയാം ഒരു മേജറായിട്ട് 25,000 എന്ന ഒരു മേജർ സൈക്കോളജിക്കൽ ലെവലിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ. അതിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. എക്സ്ട്രാ ഡേ ലാസ്റ്റ് ദിവസം, അതായത് മൺഡേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഡൗണിൽ വീണിട്ട് ജസ്റ്റ് മുകളിലോട്ട് പൊങ്ങി ആ ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഈക്വൽ ഹൈസ് ഉണ്ടാക്കി താഴോട്ട് വീഴുകയായിരുന്നു. ഓക്കെ, താഴോട്ട് വീഴുന്നതിന് ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, പൊസിഷൻ ക്ലോസ് ചെയ്തു. കാരണം ഒരു വലിയ പൊസിഷൻസ് ഒന്നും ആരും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടില്ല. മേ ബി അതായിരിക്കും റീസൺ. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ, ഇവൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ എന്തും നടക്കാം, എനിത്തിങ് ഹാപ്പൻ, എന്തും നടക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആയി പോവാം, അല്ലെങ്കിൽ ഹെവി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സെല്ലിങ് പൊസിഷൻ എല്ലാവരും ബുക്ക് ചെയ്തു. അത് റീസണാണ് ഈ ഒരു ലാസ്റ്റത്തെ ആ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നാളെ നമ്മുടെ വ്യൂ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നാളെ നമ്മുടെ വ്യൂ ജസ്റ്റ് നമുക്ക് എപ്പോഴും നോക്കുന്ന പോലെ നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വേഗം ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് മാപ്പിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ, സോറി 494958. ഓക്കെ, സോ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്പണായിട്ട് വരട്ടെ. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 25,000 ആണ് മേജർ നമ്മുടെ റെസിസ്റ്റൻസ്. സോ ഇനി നമുക്കൊരു ബുൾ മൂവ്മെൻറ്റ്, അതായത് നമുക്കൊരു ഹൈ അപ്പ് ട്രെൻഡിലോട്ട് നമുക്കൊരു എൻട്രി എടുക്കണമെങ്കിൽ 25,000 മുകളിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലും ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലും മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ബുള്ളിഷ് വ്യൂ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ബുള്ളിഷ് വ്യൂ ഉള്ളൂ. ഓക്കെ, അതുവരെ നമ്മുടെ വ്യൂ എന്തായിരിക്കും? അതുവരെ നമ്മുടെ വ്യൂ ബിയറിഷ് ആയിരിക്കും. ഓക്കെ, അതുവരെ നമ്മുടെ വ്യൂ ബിയറിഷ് ആയിരിക്കും. സോ നമുക്കൊരു ബുള്ളിഷ് വ്യൂ നമുക്ക് വരണമെങ്കിൽ 25,000 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. സോ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് ഒരു ബുള്ളിഷ് വ്യൂ ഇല്ല. ഓക്കെ, സോ ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് ഇനിയൊരു ബുള്ളിഷ് വ്യൂ ഇല്ല. സോ നമ്മുടെ ബിയറിഷ് വ്യൂ ഒബ്വിയസ്ലി നമ്മുടെ മേജർ സപ്പോർട്ട് ഇനി എന്താണ്? നമ്മുടെ മേജർ സപ്പോർട്ട് 25,800 ആണ് നമ്മുടെ മേജർ സപ്പോർട്ട്. ഓക്കെ, 25,800 ആൻഡ് അതിൻ്റെ താഴെ നമുക്കുള്ള സപ്പോർട്ട് എവിടെയാണ്? 25,600, 700 ഒക്കെ നമ്മളെ മൈനർ സപ്പോർട്ടാണ്. 25,500 ആണ് നമ്മുടെ മേജറായിട്ടുള്ള സപ്പോർട്ട്. ബട്ട് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ നമുക്ക് ഇതേപോലൊരു സിനാരിയോ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറയാറുണ്ട് എല്ലാവരും, ഒരു ഗ്യാപ്പ് ഡൗൺ വീഴുമ്പോൾ ചാടിക്കൊരു ട്രേഡ് എടുക്കരുത്, ഓർ റിട്രസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, സോ അത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ നമുക്ക് 25,000 ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 25,600 താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, 25,600 താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പിയിലോട്ട് തന്നെ വീണ്ടും നമുക്ക് പോവാം. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഓൾറെഡി അറൗണ്ട് 300-400 പോയിൻറ്റ്സ് ഡൗൺ ആണ്. ഓക്കെ, സോ നമ്മൾ മൺഡേ ഗ്യാപ്പ് ഡൗൺ ആണ്. മൺഡേ അല്ല, നാളെ വെനസ്ഡേ ഗ്യാപ്പ് ഡൗൺ ആണ്. ഓക്കെ, ആൻഡ് ബുള്ളിഷ് വ്യൂ ഇതിൻ്റെ മുകളിലായിരിക്കും. സോ ഈ ഏരിയയിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതെന്നല്ല, ഈ ഏരിയയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നാളെ മാർക്കറ്റ് ഓപ്പൺ ആകട്ടെ. സോ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം, നാളെ ട്രേഡ് ചെയ്തേക്കാം. ലാസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ട്രേഡ് തന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ബെറിഷ് വ്യൂ. ഓക്കെ, പോട്ടെ. സോ ഇതിൻ്റെ താഴെ നമ്മുടെ ബിയറിഷ് വ്യൂ ആണ്, ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബുള്ളിഷ് വ്യൂ ആണ്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ തരുന്ന പോലെ ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നാളെ എന്തായാലും നമ്മൾ ഗ്രൂപ്പിൽ ട്രേഡ് കൊടുക്കും.
സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ പാൻ ട്രെൻഡ് എഫക്ട്സിൻ്റെ. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ 25,600 താഴോട്ട് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും? 24,472, 24,341, ഇതായിരിക്കും നമ്മുടെ 2 ടാർഗറ്റ്. 24,600 താഴെ 24,472, 24,341, ഇതാണ് നമ്മുടെ 2 ടാർഗറ്റ്. 25,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 25,150, 25,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 25,150. സോ നമ്മുടെ സെയിം ആണ് നമ്മുടെ സെൻസെക്സിൻ്റെ വ്യൂവും. സെൻസസ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ ആയിരിക്കും 80,650 മുകളിൽ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ ആയിരിക്കും. ആൻഡ് സെൻസസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിൻ്റെ താഴെ 79,460 താഴെ നമ്മൾ ബിയറിഷ് ആയിരിക്കും. 79,460 താഴെ നമ്മൾ ബിയറിഷ് ആയിരിക്കും. ഇത് നമ്മൾ നോട്ട് ട്രേഡിങ്സ് കൊണ്ടായിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ഡേ ലോ 78,537, 78,537 ആൻഡ് 77,564 ആണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, സോ നമുക്കിപ്പോൾ തൽക്കാലം സ്വിംഗ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം റിമൂവ് ചെയ്തു. ഇപ്പം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ മോശമായതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു പൊസിഷനൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് നഷ്ടമാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്വിംഗ് പൊസിഷനും സ്ക്വയർ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് പൊസിഷൻസ് ഒന്നും ഇല്ല. സോ ഇനി നമുക്ക് ഈ ഒരു ഇഷ്യൂസൊക്കെ മാറി നല്ലൊരു ട്രേഡിങ് ഡേയ്സ് വരുമ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡൊക്കെ ഇനി നമുക്ക് നോക്കാം. അതുവരെ നമുക്ക് ജസ്റ്റ് ഇൻട്രാഡേ ചെയ്തിട്ട് ചെറിയ പ്രോഫിറ്റുകൾ ഏൺ ചെയ്യാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നിഫ്റ്റിയുടെയും സെൻസസിൻ്റെയും ലെവൽസ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നത് എപ്പോഴും നിന്നായിരിക്കും PCR 0.9. ഓക്കെ, സോ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.